ഹായ് ഹലോ ഫ്രണ്ട്സ്, ദിസ് ഈസ് റഷ്മി. ഇതെൻ്റെ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ വ്ളോഗിങ്. അതെങ്ങനെ കറക്റ്റ് വരുമോ എന്നൊന്നും അറിയത്തില്ല. നമ്മൾ ഇന്നൊരു ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ഒരു സ്റ്റോറിലാണ് പോണേ, ഹോബി ലോബി എന്ന് പറഞ്ഞിട്ട്. നമുക്ക് അവിടെ പോയിട്ട് നമ്മുടെ ക്രാഫ്റ്റ് മെറ്റീരിയൽസും അങ്ങനത്തെയൊക്കെ എന്തൊക്കെയുണ്ട്, എങ്ങനെയാണെന്നൊക്കെ നോക്കാം. ഫസ്റ്റ് മാസ്ക് ഉണ്ടോ നോക്കട്ടെ. മാസ്ക് ഉണ്ട്. നമുക്ക് നമ്മുടെ ക്രാഫ്റ്റ് സ്റ്റോർ എങ്ങനെയുള്ളത് നോക്കാം. അതിനു മുമ്പ് എനിക്ക് എൻ്റെ ഫ്രണ്ടിനെയും കൂടി ഒന്ന് പിക്ക് ചെയ്യണം. ഹലോ. വീട്ടിൽ നിന്ന് ഒരു ഓൾമോസ്റ്റ് 8.5 മൈൽസ് ദൂരമുണ്ട്. അതൊരു 12 to 13 കിലോമീറ്റേഴ്സ് ദൂരമാണ്. ഇപ്പോൾ കൊറോണയൊക്കെ ആയതുകൊണ്ട് അധികം വണ്ടിയൊന്നും റോഡിലില്ല, അതുകൊണ്ട് 10-15 മിനിറ്റ്സിലെത്തും. ഇതാണ് സ്റ്റോർ, ഹോബി ലോബി. മാസ്ക് ഇട്ടാൽ എൻട്രി ഉള്ളൂ. സോ നമ്മുടെ ക്രാഫ്റ്റ് സെഷനിൽ പോകുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനത്തെ കുറേ ഐൽസിൽ കൂടെ പോവും. നല്ല ഭംഗിയാണ് കാണാൻ. ഇത് സ്പ്രിംഗ് സീസൺ ആകുമ്പോൾ ഒന്നോടെ കൂടുതൽ ഫ്ലവേഴ്സൊക്കെ കാണും. ഇതെല്ലാം ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സാണ്, ശരിക്കൊരു റിയലിസ്റ്റിക് ലുക്കായിട്ടുള്ള നല്ല ഫ്ലവേഴ്സ്. പിന്നെ അവിടെ കുറേ ഹോം ഡെക്കോഴ്സും ഉണ്ട് ആ സ്റ്റോറിൽ. പോയി ഏതാ മേടിക്കണ്ടേ എന്ന് കുറേ കൺഫ്യൂഷൻ വരുന്ന അത്ര കുറേ ഉണ്ട്. ഗിഫ്റ്റ്സൊക്കെ ആയി മേടിക്കാൻ പറ്റും. പിന്നെ നമുക്ക് ഇവിടെ കടയിൽ പോയാൽ കുറേ നമ്മുടെ ആർട്ട് ആൻഡ് ക്രാഫ്റ്റിന് വേണ്ടിയുള്ള കുറേ ഇൻസ്പിറേഷൻസും കിട്ടാറുണ്ട്. ഇതാണ് നമ്മുടെ ആർട്ട് ആൻഡ് ക്രാഫ്റ്റിൻ്റെ സെഷൻ. പെയിൻറ്റ്സ് ഒക്കെ ഇവിടെയാണ് ഉള്ളത്. ഓയിൽ കളേഴ്സും വാട്ടർ കളേഴ്സ്, ആക്രലിക് പെയിൻറ്റ് എല്ലാം ഈ ഒരു സൈഡിലുണ്ട്. ഇതിപ്പോൾ നമ്മൾ പോണ ആ ഹോബി ലോബിയുടെ അവരുടെ ബ്രാൻഡാണ് ഈ മാസ്റ്റേഴ്സ് ടച്ച്. ഈ മാസ്റ്റേഴ്സ് ടച്ച് ഞാൻ എൻ്റെ ടെറാക്കോട്ട പെയിൻറ്റിങ്ങിന് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ എൻ്റെ ഓൾമോസ്റ്റ് കുറേയൊക്കെ ക്രാഫ്റ്റിൽ ബ്രൈറ്റ് കളേഴ്സായി യൂസ് ചെയ്യുന്നതൊക്കെ അവിടെ നിന്നാണ്. എൻ്റെ ഫ്രണ്ട് ഇതുവരെ പെയിൻറ്റിങ് സ്റ്റാർട്ട് ചെയ്യാത്ത ഒരാളാണ്. നമ്മുടെ രശ്മീസ് വ്ലോഗും എൻ്റെ ഇത് കണ്ടിട്ട് ഇൻസ്പയർഡ് ആയിട്ട് ഫൈനലി കുറച്ച് ക്യാൻവാസ് മേടിച്ചു, സ്റ്റാർട്ടേഴ്സ് ക്യാൻവാസ്. പിന്നെ പെയിൻറ്റിംഗ് ഒക്കെ തുടങ്ങി. ഇവിടെ എല്ലാ ടൈപ്പുള്ള ആർട്ട് മെറ്റീരിയൽസും കിട്ടും. ഗോഷ് പെയിൻറ്റിങ്, വാട്ടർ കളേഴ്സ്, പിന്നെ അപ്പുറത്ത് ഇങ്ക് കളേഴ്സ്. അതൊന്നും ഞാൻ ഇതുവരെ ട്രൈ ചെയ്യാത്തതാണ്. ഒരു ദിവസം എന്താണെങ്കിലും ട്രൈ ചെയ്യണം. നമുക്ക് ഒരുമിച്ച് ട്രൈ ചെയ്യാം. ഞാനിപ്പോൾ മോസ്റ്റ്ലി എല്ലാം ഓയിൽ പെയിൻറ്റിങ്ങും ആക്രലിക് പെയിൻറ്റിങ്ങുമാണ്. പണ്ട് ചെറുതായിരുന്നപ്പം ഞാൻ ഫുള്ള് സ്കെച്ചിങ് ആയിരുന്നു കുഞ്ഞിലെ ചെയ്തുകൊണ്ടുള്ള. പെൻസിൽ, അന്നേരം കുറേ കളേഴ്സിൻ്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ. പെൻസിലാണെങ്കിൽ അതിൽ തന്നെ ഡ്രോ ചെയ്യാമല്ലോ. സോ ഒത്തിരി ഡ്രോയിങ് ചെയ്യുമായിരുന്നു കൊച്ചിലെ. ക്ലാസ് കഴിഞ്ഞിട്ട് വന്നിട്ട് വെറുതെ ഇരുന്ന് ഡ്രോയിങ് ചെയ്യുമായിരുന്നു. എല്ലാ ടൈപ്പ് പെയിൻറ്റ്സും ഉണ്ട് ഇവിടെ ക്രാഫ്റ്റ്സിന് വേണ്ട. പിന്നെ പാലറ്റ് നൈഫ്സ് ഉണ്ട്. ഇതൊക്കെ നല്ല പ്രൊഫഷണൽ ക്വാളിറ്റി ബ്രഷസ് ആണ് ഈ കാണുന്നത്. ഞാൻ അതിൻ്റെ ഒരെണ്ണം മേടിച്ചിട്ടുണ്ട്, ഒരു മോപ്പ് ബ്രഷ്. ഒരു അഫോർഡബിൾ ആയിട്ടുള്ള ഈ പെയിൻറ്റ് ഇതൊക്കെ കുറച്ച് അഫോർഡബിൾ ആണ്. പിന്നെ ഇന്ന് നമ്മൾ പോയ ദിവസം 50% ഓഫ് ഉണ്ടായിരുന്നു. സോ എന്ത് മേടിച്ചാലും അതിൻ്റെ 50% കൊടുത്താൽ മതിയായിരുന്നു. എനിക്ക് ഇങ്ങനത്തെ ബ്രഷിൻ്റെ സെറ്റ് മേടിക്കുന്നതാണ് എനിക്ക് ഈസി ആയി തോന്നുന്നത്. അന്നേരം എല്ലാ സൈസിൻ്റെ എല്ലാ ടൈപ്പും കാണാറുണ്ട്. മോസ്റ്റ്ലി ഫ്ലാറ്റും ഫിൽബേർട്ടൊക്കെ കാണാറുണ്ട് ഒരു പാക്കിൽ തന്നെ. അത് നമുക്ക് കൺഫ്യൂഷൻ വരത്തില്ല ഏതാ മേടിക്കേണ്ടതെന്നുള്ളത്. ബട്ട് ഞാൻ എൻ്റെ ഓയിൽ പെയിൻറ്റിങ്ങിന് പ്രൊഫഷണൽ ക്വാളിറ്റി മേടിക്കുകയാണെങ്കിൽ അത് സിംഗിൾ ഓരോ ബ്രഷസ് അത് ടു എക്സ്പെൻസീവ് ആണ്. അതുകൊണ്ട് ഇങ്ങനെ നമുക്ക് ഒത്തിരി സെറ്റായി മേടിക്കാൻ പറ്റത്തില്ല. ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് നമുക്കത് മേടിക്കാവുന്നതേ ഉള്ളൂ. ഇന്ന് പിന്നെ നമ്മൾ കുറച്ച് മേടിച്ചിട്ടുണ്ട്, 50% ഓഫ് ഉള്ളത് കൊണ്ട്. പിന്നെ അത് ഈ സ്റ്റോറിൻ്റെ പ്രോഡക്റ്റ് ആയതുകൊണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ അവരുടെ ഒരു റീസണബിൾ പ്രൈസും കൂടിയാണ്. ഞാനൊരു മോഡലിംഗ് പേസ്റ്റ് എടുത്തിട്ടുണ്ട്. നമ്മൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. നമുക്ക് ഒരു മോഡലിംഗ് പേസ്റ്റ് വെച്ച് നമുക്ക് എന്തെങ്കിലും ഒരു ആർട്ട് വർക്ക് ചെയ്യാം. ഈ ആബ്സ്ട്രാക്റ്റ് ആർട്ട് വർക്ക് ചെയ്യാൻ പറ്റും ക്യാൻവാസിൽ മോഡലിംഗ് പേസ്റ്റ് വെച്ചിട്ട്. ഇതാണ് സ്റ്റാൻഡിങ് ഈസലാണ് എൻ്റെ കയ്യിലുള്ളത്. ഇപ്പോൾ ഒരു ടേബിൾ ടോപ്പ് ഈസലാണ്. ഒരു ദിവസം ഇങ്ങനെ മേടിക്കണമെന്ന് ഓർത്തിരിക്കുന്നു. നോക്കട്ടെ. നമ്മുടെ വലിയ ക്യാൻവാസിലൊക്കെ പെയിൻറ്റ് ചെയ്യാനാണെങ്കിൽ ഇങ്ങനത്തെ യൂസ്ഫുള്ളാണ് സ്റ്റാൻഡിങ് ഈസൽ.
നമ്മുടെ ക്രാഫ്റ്റ് സൈഡിലെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് വെറുതെ നമ്മളിങ്ങനെ ഇങ്ങനെ സ്ട്രോൾ ചെയ്തുകൊണ്ട് എല്ലായിടത്തും ഇങ്ങനെ പോവുകയാണ് എല്ലാം. ഇപ്പം ഫോൾ സീസൺ ഇങ്ങോട്ട് ഫോളിൻ്റെ കുറേ ഡെക്കോസ്, ഹോം ഡെക്കോസും ഡോർ ഡെക്കോസ് ഒക്കെ വന്നിട്ടുണ്ട്. പിന്നെ ക്രിസ്മസിൻ്റെയും വന്നിട്ടുണ്ട്. ഇൻഫാക്റ്റ് ഇപ്പോൾ 2 മാസം ഉണ്ടെങ്കിലും ക്രിസ്മസിൻ്റെയും വന്നിട്ടുണ്ട്. പിന്നെ ഹാലോവീനും ഇവിടെ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. ഹാലോവീൻ്റെ ഉണ്ട്. ഞാൻ അങ്ങോട്ട് ഹാലോവീൻ എനിക്ക് അത്ര വലിയ സെലിബ്രേറ്റ് ചെയ്യാറില്ല. എനിക്കെന്തോ പിള്ളേരൊക്കെ ചെയ്യാറുണ്ട്. നമ്മുടെ അവിടുത്തെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലോട്ട് തിരിച്ചു വരുവാണ്. ഇവിടെ ഫോൾ സീസൺ സ്റ്റാർട്ടായതുകൊണ്ട് കുറച്ച് ട്രീസൊക്കെ അവിടെ ഇങ്ങനെ കളർ മാറി തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ വീടിൻ്റെ അടുത്തൊന്നും മാറില്ല, ബട്ട് ഓൺ ദ വേ ബാക്ക് ടു ഹോം കുറച്ചൊക്കെ ട്രീസിൽ കളർ മാറിയിട്ടുണ്ട്. ഫുൾ കളേഴ്സ് ഒന്ന് മാറിക്കഴിയുമ്പോൾ നമുക്കൊന്നുകൂടെ ഒരു ഷോപ്പിങ്ങിന് പോകാം. നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നും കൂടി പറയണം ഇങ്ങനത്തെ വ്ളോഗ്, എന്നാലും ഇനിയും കൂടുതൽ ചെയ്യാം. സോ ഇത്രയും സാധനം മേടിച്ചിട്ടുണ്ട്. പെയിൻറ്റ്സ് പിള്ളേർക്കാണ് മേടിച്ചത്, പിള്ളേരുടെ കിഡ്സ് പെയിൻറ്റ്. ഇതൊരെണ്ണം ഞാൻ താങ്ക്സ് ഗിവിങ്ങിന് വേണ്ടി ഡിക്കുപ്പാജ് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ നമ്മുടെ സാധാ നാപ്കിൻസിൽ. പിന്നെ ഈ മോഡലിംഗ് പേസ്റ്റ് നമ്മൾ ഇതുവരെ ട്രൈ ചെയ്തില്ല, ഇതിൽ നമുക്ക് വല്ലതും ചെയ്യാം. പിന്നെ കുറച്ച് ടെറാക്കോട്ട മേടിച്ചിട്ടുണ്ട്, നമുക്ക് വോൾഡി ആർട്ട്, മധുബനി ആർട്ട് അങ്ങനത്തെയൊക്കെ ആർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിലും നമുക്ക് പെയിൻറ്റ് ചെയ്യാം. പിന്നെ കുറച്ച് മേടിച്ചിട്ടുള്ള ബ്രഷസ് ആണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ഈ മോപ്പ് ബ്രഷ് എൻ്റെ കയ്യിൽ അധികമില്ല, ഒരെണ്ണം ഒരു ഓയിൽ പെയിൻറ്റിങ്ങിന് മാത്രമേ ഉള്ളൂ. സോ ആക്രിലിക്കിന് വേണ്ടി ഞാൻ ഒരെണ്ണം മോപ്പ് ബ്രഷ് മേടിച്ചിട്ടുണ്ട്. ഇത് സ്മഡ്ജ് ചെയ്യാൻ, 2 കളേഴ്സ് മേർജ് ചെയ്യാൻ, പിന്നെ തിക്നെസ് കൂടിയെങ്കിൽ അത് കുറയ്ക്കാനൊക്കെ ആയിട്ടുള്ള, ടു മച്ച് തിക്ക് പെയിൻറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ തിക്നെസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ മോപ്പ് ബ്രഷ് യൂസ് ചെയ്യും. ഈ ഫാൻ ബ്രഷ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഫാൻ ബ്രഷ് നാച്ചുറൽ ബ്രിസിൽസാണ്, നാച്ചുറൽ ഹോഗ് ബ്രിസിൽസാണ്. സോ ഇത് സാധാരണ നമ്മുടെ റൗണ്ട് ബ്രഷസ്. പിന്നെ റിഗർ ലോങ് ബ്രഷൊക്കെ ഉണ്ട്. ചിലപ്പോൾ ഇത് ഞാൻ കേക്കിൻ്റെ പെയിൻറ്റിങ്ങിന് മാത്രമായിട്ട് വെക്കുമായിരിക്കും. പിന്നെ മേടിച്ചത് ഒരു പാലറ്റ്, അലുമിനിയം പാലറ്റ്. ഇതെൻ്റെ അടുത്ത് ഇല്ലാത്ത സാധനമാണ്, എൻ്റെ അടുത്ത് പ്ലാസ്റ്റിക്കേ ഉള്ളൂ. പിന്നെ ഇങ്ങനത്തെ കുറച്ച് വല്ല ബേർഡ്സും ഫ്ലവേഴ്സും ഒക്കെ ഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് ഓവൽ ക്യാൻവാസ്. ഞാൻ ഇതുവരെ മേടിക്കാത്തൊരു ഷേപ്പാണ് ഓവൽ ക്യാൻവാസ്. സോ ഓവൽ ക്യാൻവാസും മേടിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനി ഇങ്ങനത്തെ വ്ളോഗിങ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കമൻസിൽ കൂടി അറിയിക്കണം. ഐ ക്യാൻ ഡു മോർ. അപ്പം ഹായ് ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഒരു ഹായ് ഹലോ. ഞാൻ ആദ്യമൊക്കെ ഗ്ലൗസ് ഇടുമായിരുന്നു, ഇപ്പം കുറച്ച് പേടി കുറഞ്ഞപ്പോൾ ഗ്ലൗസ് ഇടാറില്ല. ഇല്ലെങ്കിൽ എപ്പോഴും ഗ്ലൗസ് ഇട്ടിട്ടേ പോകാറുള്ളൂ. ഇപ്പം മാസ്ക് മാത്രമേ ഇടാറുള്ളൂ. It's so beautiful, you and me.